എവിടെയാണ് കുറച്ച് മെനിങ്ങുണ്ടല്ലോ മറ്റേ പരിപാടി പിന്നെ തുടങ്ങിയില്ലേ? സാധനം ഉണ്ട്, വേണോ? ഞാൻ ഓൾറെഡി അടിച്ചിരിക്കുവാണല്ലോ, അപ്പോൾ പിന്നെ പുറത്ത് മേടിച്ചാലോ വേറെ സ്ഥലത്ത്? ഓ വെറുതെ അല്ല, ഇന്ന് ഭയങ്കര നല്ല മൂഡിലാണെന്ന് പറഞ്ഞത് അല്ലേ? മൂടൊക്കെ പറഞ്ഞത് എന്തുവാണ് എനിക്കത് മനസ്സിലാവുള്ളൂ അല്ലേ? ആ കൺഫ്യൂഷനാണ്, വെരി കൺഫ്യൂഷൻ മൈൻഡ്. ഞങ്ങളൊന്നും ലൈഫൊക്കെ നടക്കാം. ഞാൻ ശ്രദ്ധിക്കും നമ്മൾ ലൈഫ് സാരല്ല, ഇങ്ങനെയൊക്കെയല്ല ജീവിതങ്ങൾ. അതായത് നമ്മൾ ജീവിച്ച് തീർക്കാം ഇങ്ങനെ ലൈഫ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് സാധനമുണ്ട്, നമുക്ക് കുറച്ച് പോയി സെറ്റാക്കിയാലോ? എങ്ങനെ തീർക്കാനാണ്? അവിടെ റൂമുണ്ട്, അവിടെ റൂമിൽ എങ്ങനെ തീർക്കാൻ എനിക്ക് മനസ്സിലാവുള്ളൂ. I'm already done with all those things and you are saying but we can do. ഞാൻ നിന്റെ കൂടെ വന്നുകൊണ്ട് എനിക്ക് ഇന്ന് ഓക്കെ ആയിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ എന്താ പറയാ, മാറില്ലല്ലോ. കണ്ടത് നന്നായി. ഞങ്ങൾക്ക് രാഹുലിനോട് സമ്മതമല്ലേ? ഏത് രാവിലെ? ഞാൻ ആരും കാണുന്നില്ലല്ലോ. നിനക്കെന്തോ വട്ടാണ്, നീ എപ്പോഴും വരും. നീ ചുമ്മാ ഇങ്ങനെ റൂം അലമ്പിട്ടിട്ട് പോകാനുള്ളതാണോ? എന്തോ ഓരോരുത്തർക്ക് ഓരോ പേഴ്സണൽ സ്പേസ് ഇല്ലേ? ഇങ്ങനെ ഞങ്ങൾ ആ സ്പേസിലല്ലേ ജീവിക്കുന്നത്. ഞാൻ ഫ്രണ്ടിന്റെ ഇവിടെ കറങ്ങാൻ പോയപ്പോ നീ നിനക്ക് കാണത്തില്ല, കണ്ണു പൊട്ടണം. ഞാൻ എങ്ങനെ പോകുന്ന പറയുന്നത്? ഞാൻ ഒരു ഫ്രണ്ടിലൂടെ കൂടെ പോയത് നിങ്ങളിങ്ങനെ ഒരു ആവശ്യമില്ലാതെ. എനിക്കറിയാം ഏത് ഫ്രണ്ടാണ് രാഹുലിനെ നിനക്ക് അറിഞ്ഞില്ലേ? എന്നോട് ഞാൻ വർത്തമാനപ്പെടുന്നില്ലേ വന്നത്? നീ സംസാരിക്കുന്നത് നീ മനസ്സിന്റെ ഇട്ടില്ല. നിന്റെ കൂടെ ആരും ഇല്ല. നീ ഇങ്ങനെ ആവശ്യമില്ലാതെ പറഞ്ഞ മനുഷ്യനെ വട്ടാക്കുന്നത് ഓൾറെഡി ആലോചിക്ക്. ഞാൻ എവിടെ എന്ത് കാണിച്ചു പറയുന്നത് എനിക്ക് മനസ്സിലാവുക. നീ ജോലിക്കും പോകുന്നില്ല, നീ റൂമിൽ വരുന്നില്ല, നീ എന്തോ കാണിക്കുന്നു? നീ ആരെയൊന്ന് കണ്ണി കാണിക്കുന്നില്ലേ ഇത് നിർത്താൻ വേണ്ടി? ഈ റൂമെല്ലാം അലപ്പി കിടക്കുന്നത് എങ്ങനെയത്? നിനക്ക് എവിടെ നീ സാധനം? നിനക്ക് ഇതിൽ ഇത്രമാത്രം പൈസ ഉണ്ടോ? നീ നിന്റെ വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഞാൻ എല്ലാരെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ കാണിച്ചത് വായുണ്ടോ ഇരിക്കട്ടോ, ഇവിടെ ഇരിക്കും. ഞാനൊന്ന് റെസ്റ്റ് ചെയ്താലോ നമുക്ക്? ഒരു നിമിഷത്തിൻ്റെ ആവേശത്തിൽ ഒരു കൊച്ചു സന്തോഷത്തിനായി തുടങ്ങുന്ന ശീലം പിന്നീട് ഒരുവൻ്റെ ജീവിതം ആകെ മാറ്റിമറിക്കുന്നു. ജീവിതം ഒരു ലഹരിയാണ്, ഓർമ്മകൾ ഒരു ലഹരിയാണ്, നല്ല സുഹൃത്തുക്കൾ ഒരു ലഹരിയാണ്, കുടുംബജീവിതം ഒരു ലഹരിയാണ്. ആഘോഷിക്കൂ ജനനം മുതൽ മരണം വരെ നിങ്ങളെന്ന ലഹരിയിലൂടെ. മറ്റൊരു ലഹരിക്ക് അടിമപ്പെടാതെ. സേ നോ ടു ഡ്രഗ്സ്.